ഹായ് ഫ്രണ്ട്സ്, ടെക് ട്രിക്സ് കൗണ്ടറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് കാലഘട്ടം ആയതിനാൽ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സാനിറ്റൈസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നന്നായി ഇത് കവർ ചെയ്തിട്ടാണ് നമുക്കിതുവരെ അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഈ പുതുവർഷത്തിൽ സാംസങ് ആദ്യമായിട്ട് പുറത്തിറക്കിയൊരു ഫോണാണ് സാംസങ് M02s എന്ന സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. 10,000 രൂപയിൽ താഴെയേ വില വരുന്നുള്ളൂ. സാംസങ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നൊരു ഫോണാണിത്. അതിനുള്ളൊരു ചാൻസ് കൂടിയാണിത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. എങ്ങനെയുണ്ട് ആ സൂപ്പർ ഫോൺ? കണ്ടോ, M02s നല്ലൊരു അടിപൊളി അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു നല്ലൊരു ഫോണാണ്. ഫോണിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ, അതുപോലെ ട്രിപ്പിൾ ക്യാമറ, 5000 mAh ബാറ്ററി ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. HD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ താഴെ മെയ്ഡ് ഫോർ ഇന്ത്യ എന്നും കാണാം. അതുപോലെ ഫസ്റ്റ് യൂസേജ് ഫോർ ഇന്ത്യൻ സിം എന്നും. ഇത് നമുക്ക് കൺട്രി ലോക്ക് പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പർ ഫോണെന്ന് നമുക്ക് എല്ലാവർക്കും കാണാം. ഓപ്പൺ ചെയ്ത് ഫോൺ ഒരു ഗ്ലാസ് കവറിലായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഫോണിൻ്റെ കൂടെ കേബിള്, ചാർജർ, സിം എജക്ടർ. ഇതിൻ്റെ ചാർജർ കേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫോണുകൾക്കും USB കേബിളാണ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് സാംസങ് ഇതിന് നൽകിയിട്ടുള്ളത് Type-C കേബിളാണ്. ഇതാണ് ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു സവിശേഷത. പിന്നെ സിം എജക്ടറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പണ്ടത്തെ പോലെ ഇപ്പോൾ ഫോണിൻ്റെ കൂടെ ഇയർഫോണോ അല്ലെങ്കിൽ പൗച്ചോ എന്നിവയൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല. സാംസങ് M02s കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കാണ്. ഇത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, അതുപോലെ റെഡ് എന്നീ കളറുകളിലൊക്കെ ഇത് അവൈലബിളാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലൂ ആണ്. അത്യാവശ്യം വലിപ്പവും ഒക്കെ ഉള്ളൊരു അടിപൊളി ഫോണാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിങ്ങാണ് നൽകിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കതിന് ഒരു ഗ്രിപ്പും നല്ല ഭംഗിയുള്ളൊരു മൊത്തത്തിൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് കയ്യിൽ പിടിച്ച് നടക്കാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് 196 ഗ്രാം വെയിറ്റ് ഈ ഫോണിന് വരുന്നുള്ളൂ. മൊത്തം ഗ്രിപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതി വീഴില്ല. 3 ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റുമാണ് ഇതിന് ഉള്ളത്. ഇതിൻ്റെ കൂടെ മറ്റൊരു ബോക്സിലായിട്ട് തന്നെ വാറൻറ്റി കാർഡ്, ഗൈഡ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 സിം യൂസ് ചെയ്യാം. അതുപോലെ 2 നാനോ സിമ്മും ഒരു മെമ്മറിയാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ യൂസ് മാനുവലാണ്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഗൈഡാണ്. 2 നാനോ സിമ്മും ഒരു കുഞ്ഞു മെമ്മറിയും, 2 നാനോ സിമ്മും മെമ്മറിയായി യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫോൺ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്ക് സാംസങ് ഗാലക്സി M02s എന്ന്. ഇതിൽ ആൻഡ്രോയിഡ് 10 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണ് 4GB റാമും അതുപോലെ 64 റോമും ആണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 5 MB ഫ്രണ്ട് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇപ്പോൾ ഫോണിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. HD ഡിസ്പ്ലേ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സർ CPU സ്പീഡ് 1.8 GHz ആണ്. ഇതിൻ്റെ വെയിറ്റ് പറയുന്നത് 196 ഗ്രാമാണ്. ഡുവൽ സിമ്മാണിത്. അതുപോലെ തന്നെ റാം 4 GB അതുപോലെ റോം 64 ഈ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 32 ഉള്ളതും അവൈലബിൾ ആണ്. പിന്നെ എക്സ്റ്റേണൽ മെമ്മറി സപ്പോർട്ടാണ് ഇതിന്. 9.1 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 13 MP ആണ് മെയിൻ ക്യാമറ. അതാണ് ഒന്നുകൂടി എടുത്ത് പറയേണ്ടത്. 13 MP ആണ് മെയിൻ ക്യാമറ. 2 MP മാക്രോ, അതുപോലെ 2 MP ഡെപ്തുമാണ്. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് കളറിലും ബ്ലൂ കളറിലും റെഡ് കളറിലുമാണിത് അവൈലബിൾ. ആക്ച്വലി ഇത് നമുക്ക് കൊണ്ടു നടക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോണാണ്. കയ്യിൽ നിന്ന് വിടാതിരിക്കാനും ബാക്കിലൊരു ഗ്രിപ്പുണ്ട്. ഇതിൻ്റെ ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് ബാക്കിലൊരു ഫിംഗർ പ്രിൻ്റ് ഇല്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സാണിത്. വീഡിയോ കാണാനും ഗെയിം കളിക്കാനും ഏറ്റവും ആപ്റ്റായ ഒരു ഡിസ്പ്ലേ ഫീച്ചറാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. HD ഡിസ്പ്ലേ ആണ്. അടിപൊളി വീഡിയോ നമുക്ക് കാണാനും ഗെയിം കളിക്കുമ്പോഴൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ ആണത്. ഫോണിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫോണിൻ്റെ ഹോം സ്ക്രീൻ. സൂപ്പറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ അടിപൊളി, അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു നല്ലൊരു ഫോണാണിത്. ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീനും. അതുപോലെ തന്നെ ഞാൻ ഈ ഫോൺ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൊരു പിക്കാണിത്. കൂടാതെ തന്നെ ക്യാമറ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്ലാരിറ്റി നോക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ നമുക്കിതിൽ ഫോണിൽ എങ്ങനെ ഒരു വീഡിയോ കാണുമ്പോഴുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം അടുത്തായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.